എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. വാഹനത്തിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടുകളെ പറ്റിയിട്ടൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ശരിക്കും ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞത്. ബ്ലൈൻഡ് സ്പോട്ട് മിറർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലൈൻഡ് സ്പോട്ടുകളെ കാണാൻ പറ്റുമോ, ഇങ്ങനെ കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളുടെ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഞാനിപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയുടെ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ചെയർ ഞാൻ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? വണ്ടിക്ക് തൊട്ടടുത്തായിട്ട് ഒരു ചെയർ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നിങ്ങൾ നോക്കുക. ഇങ്ങനെയാണ് ഇപ്പം വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് വണ്ടി ഉള്ളത്. അപ്പോൾ വണ്ടിക്ക് പല ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം, എങ്ങനെയാണ് പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് ഉള്ളത്, അത് നമുക്ക് എങ്ങനെ കാണാൻ കഴിയുന്നൊക്കെ. അപ്പോൾ ഈ ചെയർ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ഔട്ട് സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഞാൻ കാണിച്ചു തന്നത്. ഇനി ഞാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരിക്കുകയാണ്. ഇരുന്നതിന് ശേഷം ഞാൻ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ശ്രദ്ധിക്കുക? മിററായിരിക്കും ശ്രദ്ധിക്കുക, അല്ലേ? അപ്പം ഞാൻ ഇതാ പിന്നെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നു. ഈ മിറർ ശ്രദ്ധിക്കുന്ന സമയത്ത് എനിക്ക് ആ ചെയർ കാണാൻ കഴിയുന്നുണ്ടോ? റൈറ്റ് സൈഡിൽ നേരത്തെ കണ്ട ചെയർ ഇല്ല. അങ്ങനെ ഒരു ചെയർ ഈ മിററിലൂടെ കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആ ചെയർ അവിടെ ഇല്ലേ? ചെയർ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ ഈ ഒരു മിററിലൂടെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ കാണാത്ത സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റൈറ്റിലേക്ക് ഒരു ടേൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ചെയർ നിങ്ങൾ കണ്ടില്ലേ? ഈ ചെയറിൻ്റെ പകരം ഇവിടെ വേറൊരു വണ്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി അവിടെ ഉണ്ടെങ്കിലോ ചിലപ്പോൾ അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിററിലൂടെ നോക്കുന്നു, ബാക്കിൽ വണ്ടിയൊന്നും ഇല്ലയെന്നാണ് വിചാരിക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ ടേൺ ചെയ്യുന്നത്. അങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ഈ ഒരു വണ്ടി കുറച്ച് വേഗതയിലൊക്കെ ഉണ്ടെങ്കിൽ അപകടം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചില ആളുകൾ ഇൻഡിക്കേറ്ററൊന്നും ഇടാതെയൊക്കെ ആയിരിക്കും ടേൺ ചെയ്യുക. അപ്പോൾ ഇത്തരം പോയിന്റുകളെയാണ്, അല്ലെങ്കിൽ ഇത്തരം സ്പോട്ടുകളെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകൾ വണ്ടിക്കുണ്ട്. നമ്മൾ മിററിലൂടെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ബാക്കിൽ വണ്ടിയൊന്നും ഇല്ലയെന്ന്, പക്ഷേ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വണ്ടി ഉണ്ടാവും. ഈ ചെയറിന് പകരം നിങ്ങൾ പിന്നെ വേറൊരു വണ്ടി സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്തരം ബ്ലൈൻഡ് സ്പോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതൊരു ബ്ലൈൻഡ് സ്പോട്ട് മിററാണ്. ഇത് നിങ്ങൾ നോക്കുക. ഈ ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഞാനിപ്പോൾ പിന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യാതെ അത് വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ ഞാൻ ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ബ്ലൈൻഡ് സ്പോട്ട് മിററിലൂടെ നോക്കിക്കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ ചെയർ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നോർമൽ മിററിലൂടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മിറർ വെക്കുന്നതിൻ്റെ ഗുണമാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കി തന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെയുള്ള ബ്ലൈൻഡ് സ്പോട്ടുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമ്മൾ ഈ മിറർ നോക്കുന്നതിനോടൊപ്പം തന്നെ ബ്ലൈൻഡ് സ്പോട്ട് കൂടെ നോക്കുക. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ആ സ്പോട്ടിലുള്ള ഒബ്ജക്റ്റിനെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട് മിറർ കൊണ്ടുള്ള ഗുണം. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്തരം ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്താൽ മതി. കൊറിയറായിട്ട് പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതാണ്. എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്